ഏറ്റവും മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന പ്രസിദ്ധമായ സഹീഹിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ സഹീഹുൽ ബുഖാരിയെ പോലും തള്ളിക്കളയാനും അത്തരത്തിലുള്ള ഹദീസുകളെ പോലും നിഷേധിക്കുവാനും ധൃഷ്ടരാകുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ള സംഭവമാണിത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ശാരീരികമായി അവിടത്തേക്ക് രോഗമുണ്ടായിട്ടുണ്ട്, ശാരീരികമായ കാരണങ്ങളാൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ജൂതന്റെ സിഹിർ മുഖേനയും പ്രവാചകന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നീ അധ്യായങ്ങളിലൂടെ ആ അവതരണത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവിടുന്ന് മോചിതനായി. അത് അവിടുത്തെ വഹീനെ ബാധിച്ചിട്ടില്ല, അവിടുത്തെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല. കേവലം അവിടുത്തേക്കുണ്ടായ ഏതാനും സമയത്തേക്കുണ്ടായ ഒരു അസ്വസ്ഥതകൾ മാത്രം. സിഹിറിന്റെ ഗൗരവമാണത് പഠിപ്പിക്കുന്നത്, സിഹിറിന്റെ ഗൗരവമാണത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിലുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെടുന്ന ആളുകളെ ആട്ടിയോടിക്കേണ്ടതുണ്ട്, അവരെ അകറ്റി നിർത്തേണ്ടതുണ്ട്. അവര് നമ്മെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പല രൂപത്തിലുള്ള പ്രയാസങ്ങളുടെ പേരിലും നമ്മെ സമീപിച്ച് നമുക്ക് ഗുണം വരുത്താനൊന്നും, നമുക്ക് നന്മകൾക്ക് ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഇല്ലാതെ നന്മകൾ ഉണ്ടാക്കി തീർക്കാനെന്നും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒപ്പം കൂടും. പിശാചാണ് അവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അവരേതിനും ആശ്രയിക്കുന്നത് പൈശാചികമായ പ്രവർത്തനങ്ങളെയാണ്. ഇസ്ലാം അതൊരിക്കലും അനുവദിക്കുന്നില്ല. കവടി നിരത്തുന്നവർ, ആ രൂപത്തിൽ കളം വരച്ചുകൊണ്ട് പ്രശ്നം നോക്കുന്നവർ, ഇങ്ങനെ ഈ വിഭാഗവും ആഭിചാരകന്മാരും എല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള ഒരു കൂട്ടുമുന്നണിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർത്ത് കളയാൻ വേണ്ടി, മനുഷ്യന്റെ വിശ്വാസത്തെ പൊക്കറ്റടിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അവരെ ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നുണ്ട്, വിസിറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ മതകാര്യ വകുപ്പ് സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകാൻ പ്രത്യേക വിഷയമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹിറുകളെ കണ്ടാൽ ഉടനെ ഗവൺമെന്റിന് വിവരം കൈമാറണമെന്ന് പിടിച്ചു കെട്ടാനുള്ള കൃത്യമായ ആഹ്വാനമാണത്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ സമുദായത്തെ ദുഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചെകുത്താന്മാർ, ഈ രൂപത്തിലുള്ള ഈ ഇസ്മിന്റെയും തൽസമാത്തിന്റെയും പണിയുമായി നടന്ന് ആളുകളെ പറ്റിക്കുന്നവർ അവരുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ, വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ശർറുകളിൽ നിന്ന്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവന്മാരുടെയും തിന്മകളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളോട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്കത് പഠിപ്പിച്ചിരുന്ന ആശയമാണ്. ഖുർആൻ മുഫസ്സിരീങ്ങളൊക്കെ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഈ സിഹിർ എന്ന് പറയുന്ന ആഭിചാര പ്രവർത്തനം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് പിഴച്ചുപോയ കക്ഷികളല്ലാത്ത സർവ്വകക്ഷികളും പറയുന്നത് ഏറ്റവും വലിയ മഹാപാപമാണ് സിഹിർ. ആ സിഹിറിൽ ഏർപ്പെടുന്നവനും വലിയ മഹാപാപിയാണ്, അത് കുഫ്റാണ്, അതുമായി സമീപിക്കാൻ പാടില്ല. അതിലൂടെ ചില അസ്വസ്ഥതകളൊക്കെ ചിലർക്ക് ഏൽപ്പിക്കാൻ സാധിക്കും, അതും അല്ലാഹുവിന്റെ അനുമതി പ്രകാരം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അതിനൊക്കെ മുസ്ലിം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുമരുന്നായി അത് തന്നെ ചെയ്യാതെ അതിന് ചില മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങളിലേക്കാണ് പ്രവേശിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം പറയുന്ന മാർഗം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർവ്വ മനുഷ്യന്റെ വിശ്വാസങ്ങളെ, മനുഷ്യന്റെ എല്ലാ രൂപത്തിലുള്ള പരലോക രക്ഷയെയും ഹനിച്ചു കളയുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ജാഗ്രതയിലാവണം. അവർ പല രൂപത്തിലുള്ള പേരുകളിൽ സമീപിക്കും, അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ ഈമാനിനെ നാം കാത്തുരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വീടുകളിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, അതുപോലെ മനുഷ്യർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, അതൊക്കെ ഈ വർഗം മുതലെടുത്തുകൊണ്ട് അവർ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾക്കും നിവാരണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോ അവരെ ആട്ടിയകറ്റാനുള്ള ഈമാനികമായ ബോധം സത്യവിശ്വാസികൾ കൈവരിക്കേണ്ടതുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയാലല്ലാതെ അവന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ കറകളഞ്ഞ നിലക്ക് നിലനിർത്താനാവില്ല. ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവ്വ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുഷിച്ച ധാരണകളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وأصحابه المجاهدين في سبيل الله أما بعد فاتقوا الله عباد الله അല്ലാഹുവേ സൂക്ഷിച്ചു ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിൽ പല രൂപത്തിലുള്ള പേരുകളിൽ മനുഷ്യന്റെ വിശ്വാസത്തെ തകർത്തുകളയാനും അതിന് ദൗർബല്യമുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ സഹായികൾ, പൈശാചിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അത്തരത്തിലുള്ള ദുഷ്ടന്മാർ, അവരെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ ഇസ്ലാം ആവോളം നൽകിയിട്ടുണ്ട്. അത്തരം മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർക്കാണ് അവരുടേതായ പല രൂപത്തിലുള്ള കാര്യങ്ങളിലും അവർ താളം തെറ്റുകയും ശിർക്കിന്റെ മാർഗങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇസ്ലാം പറയുന്നത് ഏതൊരു രോഗത്തിനും ചികിത്സയുണ്ട് എന്നാണ്. ഏത് രോഗം നിശ്ചയിച്ച അല്ലാഹുവും അതിന് മരുന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ അൻസല ദാഅ വൽ ദവാ. നിശ്ചയമായും അല്ലാഹുവാണ് രോഗത്തെ ഇറക്കിയതും അള്ളയാണ്. അതേ അള്ള തന്നെ അതിനും മരുന്നും ഇറക്കിയിട്ടുണ്ട്. വജഅല ലികുല്ലി ദാഇൻ ദവാ. ഏത് രോഗത്തിനും ചികിത്സയുണ്ട്. നമ്മളൊന്ന് ലോകത്ത് പറയാറുണ്ട് ചികിത്സയില്ലാത്ത, മരുന്നില്ലാത്ത രോഗമാണത് എന്ന്. അത് നമ്മുടെ ഒരു പ്രയോഗം മാത്രമാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? ഇപ്പൊ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണ്. ഏതൊരു രോഗത്തിനും അള്ളാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കും ചില കാലത്ത് അത് കണ്ടുപിടിക്കില്ല. കണ്ടുപിടിക്കാത്തത് കൊണ്ട് അതിന് മരുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. ഇപ്പൊ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്നത് ഏതൊരു രോഗമുണ്ടോ ലികുല്ലി ദാഇൻ ദവാ, ഏത് രോഗത്തിനും മരുന്നുണ്ട്, ചികിത്സയുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത് എന്താണ്? ഫത്തദാവൂ